കഴിക്കാൻ വേണ്ടി അവൾ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചേക്കോന്ന് പറയുമ്പം അവൻ സന്തോഷിച്ച് അപ്പം തന്നെ ഇവളോട് കഴിക്കാൻ വേണ്ടി പോകും. പക്ഷെ പാവം നമ്മുടെ ചെന്നാണ് ഇവളെ ലീവ് വരുമെന്ന് പ്രതീക്ഷിച്ച് അവന് വേണ്ടി കഴിക്കാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവന് മെസ്സേജ് സോറി കളി എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം അറിയിക്കുമ്പം അവൻ മൊത്തത്തെങ്ങ് പെട്ടു. എന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് സെൻജിങ് ആണ് ഈ ഇടയ്ക്ക് അവൾ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇവന്റെ കൂടെ സംസാരിക്കാത്തതൊന്നും വിഷമൊന്നും ഇല്ലല്ലോ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ വർക്ക് നല്ല രീതിക്ക് പോയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എല്ലാം ഓക്കെ ഇനി റിസൾട്ടിന് മാത്രം വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇവൾക്ക് ആ കാർ കമ്പനിയിൽ നിന്ന് മെയിൽ വരും ഇവരെ തന്നെ അവർ ചൂസ് ചെയ്തേന്ന്. അങ്ങനെ അതോടെ അവൾ സന്തോഷിത്തി ആദ്യം തന്നെ ഇവനോട് ആ കാര്യം പറഞ്ഞിട്ട് ഇത് നമുക്ക് സെലിബ്രിറ്റി ആണെന്ന് അവൾ അടുത്ത സെക്കൻഡ് അവളുടെ അച്ഛനമ്മയോടും ഫ്രണ്ടിനോടൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ഇവളിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് അവനും മൊത്തം സന്തോഷമാകും. അതിനുശേഷം അവളും ഈ പരസ്യം എടുക്കാൻ പോകുന്ന ഇവന്റെ ഗ്രാമത്തിലാന്ന് പറഞ്ഞിട്ട് ഇവൻ കാരണം അവൾക്ക് ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തേലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടൊക്കെ അവിടെ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ അറിയാവുന്ന സ്ഥലമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവൾ അവിടെയൊക്കെ കാറ് വന്നറിഞ്ഞ് ഇവനോട് ചോദിച്ചു മനസ്സിലാക്കും. എന്നിട്ട് അവനും അവിടെ സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനൊക്കെ സ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവൾ ഓടി റൂമിൽ നിന്ന് ബുക്ക് എടുത്തോണ്ട് വന്നിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം കമ്പനി വെച്ച് സെൻജിൻ ജോലി എന്ന കമ്പനിയുടെ ബോസും ആർക്കേലും സ്റ്റാൻഡപ്പ് കോമഡിയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് വേണമെന്ന് ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇത് കേട്ട് അവളും അവൾക്ക് 2 ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ലീവോന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട് അവൻ അവിടെ വിളിച്ചോണ്ട് വന്ന് തീരുമാനിക്കും. അതിനുശേഷം ഇവൾ അവനെ വിളിച്ചിട്ട് ഇന്ന് ശനിയാഴ്ചയല്ലേ അതുകൊണ്ട് അവൻ വീട്ടിൽ പോയാൻ ചോദിക്കുമ്പം അവന് വീട്ടിൽ പോകുന്നില്ല ചേച്ചി വീട്ടിലാത്തോണ്ട് ഞാൻ പുറത്ത് പഠിക്കാൻ പോകാന്ന് പറഞ്ഞ് അവന് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതറിഞ്ഞിട്ട് അവളും എങ്കിൽ പിന്നെ ഇവൻ പോകുന്ന വഴിക്ക് തന്നെ ഇവളുടെ കമ്പനി വരുന്നതെന്ന് പറഞ്ഞ് പറ്റുമെങ്കിൽ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയ രണ്ടുപേരും കൂടെ ഒന്ന് കഴിച്ചിട്ട് പോകാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന് സന്തോഷത്തി രാത്രി ഇവളുടെ കമ്പനിയുടെ അവിടെ ചെന്നിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം അവിടുത്തെ സ്ക്രീനിൽ ഇവന്റെ വില്ലേജിനകത്ത് വെച്ചെടുത്ത് ആ കാറിന്റെ പരസ്യം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവൻ ആദ്യം അവിടെ കാണാമെന്ന സെൻജിങ്ങിനായിരിക്കും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൻ മൊത്തത്തിൽ അതി ഫോക്കസ് ആകുമ്പം അവിടേക്ക് വന്നിട്ട് അവൾ വിളിച്ചിട്ടും ഇവൻ ഒന്നും തന്നെ കേൾക്കത്തില്ല. അപ്പോഴാണ് ഇവൾ അടുത്തേക്ക് വന്നിട്ട് ഇവൻ ഏത് സ്വപ്ന ലോകത്തിലാന്ന് പറഞ്ഞ് അവൾ ഒന്നും കൂടെ ഒന്ന് വിളിക്കുമ്പം അവനെ പരസ്യം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവളെ കണ്ട് കാണാൻ ബ്യൂട്ടിഫുൾ എന്നറിയും. അപ്പോഴാണ് അവളും ആ പരസ്യത്തിനെ കുറിച്ച് പറയുന്നതെന്ന് വിചാരിച്ച് രണ്ടുപേരും കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി വെച്ചേക്കെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഫ്യൂച്ചറിലാണ് സെൻജിങ്ങും ഡോക്ടർ ലൂ ആയിട്ട് പുറത്ത് ആ സ്പോർട്സ് ക്ലബ്ബിൽ പോകുന്നുണ്ട്. ഇവൻ അന്ന ദിവസം കൂടെ തന്നെ ചെല്ലും. പക്ഷെ അവൻ ആർച്ചർ ചെയ്യുന്ന എങ്ങനെയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവളും എങ്ങനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ ഓരോന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പം മറ്റേ ഡോക്ടർ ലൂണ് ചെറുതായിട്ടങ്ങ് ജലസാകും. പക്ഷെ ഇവന് മനഃപൂർവ്വം അങ്ങേര് വെറുപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയത്താണ് അവൾക്കൊരു ഫോൺ കോൾ ഇരുന്ന് പരസ്യം എടുക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷൂട്ടിംഗ് പ്ലേസ് ഇവളെ വിളിക്കുമ്പം ഇവൾ അത്യാവശ്യമായതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നേരെ ആ സ്ഥലത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അവള് ആ പ്രശ്നമൊക്കെ സോൾവ് ആക്കി അവസാനം അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം ആ സമയത്ത് ഫയർ അലാറം ഓൺ ആകും. അതുകൊണ്ട് ഇവള് പേടിച്ചിട്ട് അവളുടെ ഇരിക്കുന്ന ലാപ്ടോപ്പായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം ഇവളുടെ ഒരു ഷൂ ആണ് ആ സ്റ്റെപ്പിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ അതെടുക്കാൻ നോക്കുമ്പോൾ ഇവളും തീയപകടത്തെല്ലാം പെട്ടോ എന്ന് പേടിച്ചിട്ട് അവസാനം ഒറ്റ ചെരുപ്പ് കൈവച്ചോണ്ട് അവൾ പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടുത്തെ ഒരു ഓഫീസറും പറയുന്നത് യഥാർത്ഥത്തിൽ തീ കത്തിയതൊന്നല്ല അവരൊരു ഫയർ ചെക്ക് നടത്തുവന്ന്. അങ്ങനെ ആ കാര്യം അറിഞ്ഞ് അവൾ നാണം കെട്ട് എങ്കിൽ പിന്നെ അവളുടെ ഷൂ അകത്താന്ന് പറഞ്ഞ് അതൊന്ന് എടുത്തോട്ടേന്ന് ചോദിക്കുമ്പം അങ്ങേരും ഫയർ ചെക്ക് കഴിയുന്നവരെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സമാധാനത്തിൽ അവിടുത്തെ ബെഞ്ചിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ആ സമയം ഇവളെ കാണാൻ വേണ്ടി ലീവ് അവിടേക്ക് വരും. അപ്പോഴാണ് അവളും ഇവനെന്തോ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവൻ ഇവൾക്ക് ചിലപ്പോൾ തിരിച്ചവൻ ബസ് ഒന്നും കിട്ടിക്കാണത്തില്ലെന്ന് വിചാരിച്ച് അവൻ കൂട്ടിന് അന്നയാന്ന് പറയും. അപ്പോഴാണ് അവളും ചിരിച്ചോണ്ട് ഇവളുടെ ഒരു ഷൂ ഫയർ അലാറം അടിച്ച് കണ്ട് പേടിച്ചുപോയി അകത്ത് തന്നെ വിട്ടിട്ടെന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ പൊക്കിയെടുത്തോണ്ട് പോകാൻ അവൻ തയ്യാറാകും. അപ്പോഴാണ് അത് കണ്ട് അവള് ടെൻഷനായി അത് ഇവളുടെ പുതിയ ഷൂ ആന്ന് പറഞ്ഞിട്ട് അതെടുക്കാതെ പോയി അവൾ തകർന്നു എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനും അവൾക്ക് കൂടി അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് എങ്കിൽ പിന്നെ ഫയർ ചെക്ക് കഴിയുന്നവരെ അവൾക്ക് കൂടി അവൻ കാണുന്ന പറയും. അങ്ങനെ അതിനുശേഷം അവിടുത്തെ ഓഫീസറും ഇനി ചെന്ന് ഷൂ എടുത്തോളാൻ പറയുമ്പം ഇവൻ അവളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അകത്തുനിന്ന് എടുക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം അവമാനപൂർവ്വം വീടിന്റെ പാസ്വേഡ് തെറ്റായിട്ട് അടിച്ചിട്ട് ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെന്ന് അവളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എന്തോ പ്രശ്നം നിറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവന് ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയും. അതുകൊണ്ട് ഇവളുടെ ഫ്രണ്ട് വെച്ച് തന്നെ അവന് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പോലെ ആക്ട് നടത്തി സംസാരിച്ച് ഫോണെ കട്ട് ചെയ്യുമ്പം അവരെന്തോ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവരെ കൊണ്ട് നാളെ വരാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി ഇവളുടെ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും തിരിച്ചെന്തറിയണമെന്നറിയാതെ ഓക്കെ എന്നറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോകുമ്പം അവന് പാസ്വേഡ് കിവേടാന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുമ്പോൾ തന്നെ അവൾ വീടിന്റെ പാസ്വേഡ് അവന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവ അറിയാൻ വരുന്നത് ഇവൻ എന്നാണോ ആ വീട്ടിലേക്ക് പോയ ആ പാസ്വേഡാണ് അവൾ ഇപ്പോഴും ഇട്ട് വെച്ചേക്കുന്നത്. ഇതുവരെ അവൾ മാറ്റിയിട്ടില്ല. അതിനുശേഷം അകത്ത് നിന്ന് അവനും ഇവളൊന്ന് ഡ്രസ്സ് മാറ്റിക്കൊണ്ടുവരുമ്പം അവനും ചെറിയ ചമ്മലൊക്കെ കാണും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ചിരിക്കുമ്പം അവനും വേറെ പയ്യന്മാരുടെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും ദേഷ്യത്തി വേറെ പയ്യന്മാരൊക്കെ വിളിച്ചോണ്ടെന്ന് താമസിക്കുന്നതാണ് എന്റെ പരിപാടി, എന്റെ ആകെ ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നിട്ട് അവൻ ഇന്ന് രാത്രി മാത്രം ഇതിനു മുമ്പ് കിടന്നുറങ്ങിയ ആ റൂമിൽ തന്നെ പറഞ്ഞയക്കും. അപ്പോഴാണ് അവനും അകത്തേച്ചെന്ന് നോക്കുമ്പോൾ ഇവൻ ആ പഴയ ഓർമ്മകളൊക്കെ വന്നു. അങ്ങനെ അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷത്തിലൊക്കെ അവിടെയുള്ള ഓരോ സാധനം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി
അവളോട് സുരക്ഷയായിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇവൻ കണ്ട് മൊത്തത്തിൽ ഇമോഷണലാവും. അങ്ങനെ ആ സമയത്ത് തന്നെ അവള് റൂമിരുന്നുണ്ട് അവൻ ഏത് തലേനെ കിടന്നാലോ നല്ല ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് വിഷമിച്ചൊക്കെ ഇവളെല്ലാം റെഡിയാക്കി അവനെ കാണാൻ വേണ്ടി വരുമ്പം അവൻ ഇവള് സുരക്ഷയായിട്ട് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ എടുത്തു വെച്ച് നോയിക്കൊണ്ടിരിക്കുന്ന അവള് മനസ്സിലാക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ചെറിയ നെർവസ് മറ്റുള്ള സാധനമൊക്കെ എന്തിനാ ഇവൻ തുറന്നു നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും ഇതൊക്കെ അവനായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളല്ലെന്ന് പറഞ്ഞ് അവൻ നോക്കുന്നത് തെറ്റെല്ലാം ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവനോട് എന്തോ പറയണമെന്നറിയാതെ എങ്കിൽ പിന്നെ നേരത്തെ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ പോകാൻ നോക്കുമ്പോൾ ഇവൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവൾ അവനെ ചവിട്ടിയിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നില്ല ഇവൻ ഇവിടുന്ന് പുറത്താക്കുമെന്ന് അറിയും. കൂടാതെ ഇതൊക്കെ കണ്ട് ഒന്നും വിചാരിക്കേണ്ട ഇവളെ പഴയതൊക്കെ എപ്പോഴും മറന്നെന്നറിഞ്ഞ് ഇവന്റെ ആരോഗ്യത്തിന് ഓർത്ത് മാത്രമേ വിഷമമുള്ളെന്നറിഞ്ഞ് അവൾ ഇവിടുന്ന് റൂമിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അവൾക്ക് ഒട്ടും തന്നെ ഉറക്കം വരത്തില്ല. അതേസമയം അവൾ റൂമിൽ ഇരുന്നുകൊണ്ട് ആ പഴയ ഓർമ്മകളൊക്കെ നോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ഇവളുടെ ഒരു ഫോട്ടോ കാണും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടി അവളുടെ ഫോട്ടോ വാങ്ങിച്ചു കാണും. പക്ഷെ അവൾ അറിയാതെ അവൻ അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഇവന്റെ പെർസിനകത്ത് സീക്രട്ട് ആയിട്ട് വയ്ക്കും. അങ്ങനെ ആ സമയത്താണ് അവൾ അവിടേക്ക് വന്ന് ഇവൻ എന്തോ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. എന്നിട്ട് അവളും ഒരു പാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവന്റെ പെർസ് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. കാരണം അതിനകത്താണ് ഇവളുടെ ഫോട്ടോ ഉള്ളത്. എന്നിട്ട് അവൾ ആ പാനയൊക്കെ എടുത്ത് നോക്കിയിട്ട് അവസാനം ആ ഫോട്ടോ മാത്രം നോക്കാത്തോണ്ട് ഇവന്റെ ജീവൻ അപ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം ഇവൻ ഇപ്പം മൊത്തത്തിൽ അവളോട് പ്രണയത്തിൽ വീണുപോയി. അതുകൊണ്ട് സെൻജിങ് അത് അറിയോന്ന് അറിഞ്ഞ് അവൻ പേടിച്ചിരിക്കുക. എന്നിട്ട് അവളും ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നേരത്തെ ചെന്ന് കിടക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നോക്കുമ്പം ഇവന് കറക്റ്റ് 12 മണിയാകാൻ പോകുന്നുണ്ട് ഒന്ന് അവളോട് വിഷ് ചെയ്യാൻ വേണ്ടി ആ പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോഴാണ് അതേസമയം അവളും കാത്തിരുന്ന് അവസാനം ഉറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ അവൻ അടുത്തേക്ക് വന്ന് ഇവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവളത്തിനെ നോക്കി സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവൾ കണ്ണോർന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് 12 മണി ആയതുകൊണ്ട് സന്തോഷത്തിൽ ഇവന് ഹാപ്പി ന്യൂ ഇയർ അറിയും. അതുകൊണ്ട് തന്നെ അവനും ഹാപ്പി ന്യൂ ഇയർ ചേച്ചിന്ന് തിരിച്ച് അവളോട് പറയുമ്പോൾ ഇവൾ ഈ ന്യൂ ഇയർ ആഘോഷിച്ച ഈ വർഷം ഫുള്ള് നമുക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് അവനോട് പറയുമ്പോൾ തന്നെ പുറത്ത് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഇവ രണ്ടുപേരും കൂടെ അത് ഒരുമിച്ച് സന്തോഷത്തിൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും രണ്ടുപേരും തമ്മി കുറെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നമുക്കൊരു ഫോട്ടോ എടുത്താലോന്ന് പറഞ്ഞ് അവൾ ക്യാമറ ഒക്കെ റെഡിയാക്കി വെച്ച് ഇവന്റെ കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ആ ഫോട്ടോ വന്നിട്ട് ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവളും കുറച്ച് സമയം കഴിഞ്ഞാൽ പ്രിന്റ് വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് അവന് വെയിറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം ആ ഫോട്ടോ തെളിഞ്ഞു വന്ന ഉടനെ അവൻ അത് കണ്ട് സന്തോഷപ്പെടും. അതിനുശേഷം ഇവന്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് അവൾ വാങ്ങിച്ച ആ സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ വേണ്ടി അവനും വിളിച്ചോണ്ട് പോകും. അങ്ങനെ അവിടെ അങ്ങേര് അവളും തമാശയൊക്കെ പറയുമ്പോൾ ഇവ മാത്രം ചിരിക്കാതെ സൈലന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോഴാണ് അവളും ചുമ്മാ കൂട്ടത്തിന്റെ കൂടെ അങ്ങ് ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിരി വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അവനും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവള് ചിരിക്കുന്നുണ്ട് അവൻ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളും ഇവന് വേണ്ടി കേക്കൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടി അവന്റെ 20ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കും. എന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാൻ പറയുമ്പോൾ അവനും ചേച്ചി സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവനത് ആഗ്രഹമായിട്ട് പറയും. അപ്പോഴാണ് ഇതറിഞ്ഞിട്ട് അവളും ആഗ്രഹങ്ങൾ ഇവന് വേണ്ടിയാ ചോദിക്കേണ്ട അല്ലാതെ ഇവൾക്ക് വേണ്ടി അല്ലെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ മെഴുകുതിരി കത്തിച്ചിട്ട് ഒന്നും കൂടെ പ്രാർത്ഥിക്കാൻ പറയും. അതിനുശേഷം അവനും ഇവളുടെ കൂടെ ജീവിക്കുന്നതായിരിക്കും വിധി എന്ന് പറഞ്ഞ് അവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അടുത്തായിട്ട് അവള് ഇവന് വേണ്ടി വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് എടുത്ത് കാണിക്കും. അങ്ങനെ ഇതാണ് ഫ്യൂച്ചറിൽ കാണിച്ച ആ ഒരു ക്ലോക്ക്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇവിടെ ലീവാണ്. അവൻ അടുത്ത ദിവസം രാവിലെ തന്നെ കമ്പനിയിലേക്ക് വരും. അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഇവളും അവനെ അന്വേഷിക്കുമ്പോഴാണ് അറിയാൻ വരുന്നത് അവ രാവിലെ തന്നെ ഇവിടെ നിന്ന് പോയെന്ന്. ഇതേസമയം ഡോക്ടർ ഇവളെ ഫോം വിളിച്ചിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വാങ്ങിക്കാൻ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇപ്പൊ ചെറിയ പനിയാന്നറിഞ്ഞ് അവൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്ന അങ്ങേരും അവൾ കുടിക്കാൻ വേണ്ടി കുറച്ച് കഞ്ഞിയായിട്ട് ഇവളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവളുടെ അമ്മയും പുറത്ത് വെച്ച് കാണുന്നത്. അങ്ങനെ അതോടെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അവളുടെ അമ്മയും ഡോക്ടർ ലൂനെ അവളായിട്ട് എങ്ങനെയൊക്കെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ പടം ഇങ്ങേറെ കൊടുത്തിട്ട് ഒരു അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മ വന്ന് അതുകൊണ്ട് എന്റെ മോളുടെ ഒന്ന് കൊടുത്തേക്കോന്ന് പറഞ്ഞ് ഇവർ നൈസിന് ഇവർ തമ്മിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അങ്ങേര് നേരെ സെഞ്ചിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവൾ ഇത്ര സാധനങ്ങളൊക്കെ എന്തിനാ വാങ്ങിച്ചുകൊണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ലൂവും ആകെ കഞ്ഞിയെ കൊണ്ടുവന്നുള്ളു ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇവളുടെ അമ്മ വരുന്നവർക്ക് തന്നെയാന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അകത്ത് ലീവുവിന്റെ ഡ്രസ്സ് കണ്ടിട്ട് ഇങ്ങേറെ മൂഡ് ചെറുതായിട്ട് അങ്ങ് ഡൗൺ ആകും. അതിനുശേഷം ഇവളുടെ പനി മാറാൻ വേണ്ടി കഞ്ഞി എടുത്തിട്ട് ഒരു രക്ഷ കുറവില്ല ആശുപത്രി വരാൻ പറയും. എന്നിട്ട് കഴിക്കുന്നിടയ്ക്ക് അവളോട് ഈ ഡ്രസ്സ് ലീവിന്റെ ആണോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഇന്നലെ രാത്രി അവന്റെ ഡോർ ലോക്കായി പോയതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് താമസിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും ഇവളോട് മുമ്പേ ചോദിക്കണമെന്നുണ്ടായിരുന്ന ഇവർ തമ്മിൽ അത്രയ്ക്കും ക്ലോസ് ആണെന്ന് ചോദിക്കും. അങ്ങനെ ചുമ്മാ ചോദിച്ച അല്ലെ വേറെ ഉദ്ദേശമൊന്നുമില്ലെന്ന് അങ്ങേര് പറയുമ്പോൾ തന്നെ അവളും രണ്ടുപേരും കൂടെ ജനിച്ചവരൊന്നല്ല ഏതിന് ആ ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് അവൾ കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഡോക്ടർ ലൂവും എന്തായാലും നടന്നതൊക്കെ നടന്നു കഴിഞ്ഞ് നമുക്ക് പ്രസന്റ് മാത്രം ആലോചിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് സമ്മാനപ്പെടുത്തും. അതിനുശേഷം അന്ന് രാത്രി ലീവ് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവളാണ് ആ വാതിലേക്ക് നിൽക്കുന്നുണ്ട് ഇതുവരെ ആ ഡോർ ശരിയാക്കില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ലോക്കെല്ലാം ശരിയായി പക്ഷെ അവൻ താമസിച്ചെന്നുണ്ട് ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഇവളുടെ വീട്ടിലെല്ലാം കഴിക്കൊണ്ടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ എന്താണെന്നറിയാതെ ഉണ്ടെന്നറിഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും അവിടെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എന്തോ സാധനം ചോദിക്കുമ്പോൾ അവളും കമ്പനിയിൽ നിന്ന് പരസ്യത്തിന് വേണ്ടി തന്നയിച്ച അത് സ്മെല്ല് ചെയ്താൽ നമുക്ക് ഉറക്കം വരും എന്ന് പറഞ്ഞ് വേണം ഇവന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഉറക്കം വരാത്ത ഇവൻ ടെസ്റ്റ് ചെയ്ത ആ പ്രോഡക്റ്റ് ഉള്ളയാണോ ഇല്ലയെന്ന് ഇവന് മനസ്സിലാവെന്ന് പറഞ്ഞ് ഇത് എത്ര ദിവസം യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരാഴ്ച യൂസ് ചെയ്ത് എന്റെ റിസൾട്ട് അറിഞ്ഞാൽ മതി എന്ന് പറയും. അതിനുശേഷം അവൻ ആ
അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇവളുടെ ലാപ്ടോപ്പിനകത്ത് എന്തോ വർക്ക് ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും ഇതിനെക്കുറിച്ച് അവൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ അത് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ അപ്പം തന്നെ അവൾക്ക് വേണ്ടി അത് ഫുള്ളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവൾ ഫുഡുമായിട്ട് നേരെ ഇവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൾക്ക് വേണ്ടി അവൻ ഫുള്ളും ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ട് അവൾ മൊത്തത്തിൽ അങ്ങ് ടച്ചാകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for. But babe, with me, you close